ശ്രീ വിവാദത്തിൽ CPM-ന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന MA ബേബിയുടെ നിർദ്ദേശത്തിന് CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണം എന്നുമാണ് ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. നവംബർ 4-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ അതിനിർണായകമാകും. വിജയകുമാർ, രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി PM ശ്രീ പദ്ധതി വിവാദം മാറി എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യം മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കം പാളിയിരുന്നു. പിന്നാലെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഒരു അനുനയ നീക്കം നടത്തി ഒരു പ്രത്യേക സബ് കമ്മിറ്റി, 2 അംഗ സബ് കമ്മിറ്റിയെ കൊണ്ടുവരാം, ഇത് നിരീക്ഷിക്കാൻ മന്ത്രിസഭയോ ഇടതു മുന്നണിയോ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യം CPIക്ക് മുന്നോട്ട് വെച്ചു. പക്ഷേ CPI ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത് അംഗീകരിക്കേണ്ട പകരം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കാമെന്നതാണ്. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല, മാറി നിൽക്കില്ല, ഇല്ലല്ല, അതിലേക്കൊന്നും എത്തിയില്ലല്ലോ. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഭരണത്തെ ബാധിക്കുകയില്ല. ഇല്ല, ഞങ്ങളതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഇപ്പം പോയിട്ടില്ല. അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി പറയും. CPIM CPIക്ക് മുന്നോട്ട് വെച്ച നിബന്ധനയിൽ CPIയുടെ നിലപാട് ഇത് സംബന്ധിച്ച് മരവിപ്പിക്കാൻ വേണ്ടി കത്തെഴുതണം. ഇവിടുത്തെ മന്ത്രിസഭ സർക്കാർ കത്തെഴുതണം. കത്തെഴുതിയാൽ മാത്രം പോരാ, മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നാണ് CPIയുടെ ആവശ്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയോ മുഖ്യമന്ത്രിയോ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ അനിശ്ചിതത്വം മറികടക്കാൻ സാധിക്കുമെന്നതാണ് CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറഞ്ഞു. നവംബർ 4-ന് ചേരുന്ന CPIയുടെ നിർവാഹക സമിതി യോഗം വളരെ നിർണായകമാണ്. അതിനു മുൻപേ തന്നെ കേരള നിയമസഭയിൽ പ്രത്യേക നിയമസഭാ സമ്മേളനമുണ്ട്. അതൊക്കെ തന്നെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? മുന്നണിയിലെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയായ രീതിയിൽ ഇത് BJPയും പ്രതിപക്ഷവും ആ രീതിയിലുള്ള പ്രചരണം നടത്തും. അതിനിടയിൽ എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നതാണ് CPM പാളയത്തിലെ ഇപ്പോഴത്തെ അനുനയ ചിന്ത. തിരുവനന്തപുരത്തു നിന്നും മനീഷ് മഹിവാൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.